ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് പൂജപ്പുരയിലുള്ള സ്നേക്ക് പാർക്ക് കാണാൻ വേണ്ടി ഞാനും ഏട്ടനും മോനും കൂടെ വന്നിരിക്കുകയാണ്. അങ്ങോട്ട് പോകുന്നതോറും ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒട്ടും പേടിക്കേണ്ട, എല്ലാം കണ്ണാടി കൂടിനകത്ത് അങ്ങനെ കിടക്കുകയാണ്. കണ്ടോ, എല്ലാവരും ഉറക്കമാണ്. ഉച്ചയായി, ഒരു 2-2:30 മണിയായി. മൂർഖൻ, അണലി കണ്ടോ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ ഇപ്പോൾ കണ്ട എല്ലാം ഇങ്ങനെ മിണ്ടാതെ കിടക്കുകയാണ്. ഇത് ശംഖുവരയനാണ്, നല്ല വിഷമുള്ളത്. പിന്നെ ഇത് പൂച്ചക്കണ്ണൻ പാമ്പ്, ഇച്ചിരി വിഷം ഉണ്ടെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പിന്നീട് ഇത് ചെറുതായിട്ട് കാണാൻ പറ്റും, ഇങ്ങനെ തല ഇങ്ങനെ ഉയർത്തിയിരിക്കുകയാണ്. അഭികുട്ടൻ അവിടെ സ്നേക്കിനെ കണ്ടതും കാണിച്ചെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. ഇതൊന്ന് കുഴിമണ്ടൽ, വിഷമുള്ളതാണ്. അതുകൊണ്ട് അങ്ങ് അറ്റം കിടക്കുന്നുണ്ടോ, ഏറ്റവും ബാക്കിൽ അങ്ങ് അറ്റം കിടക്കുവാണ്. പിന്നെ ഇത് മണ്ണൂലിപ്പാമ്പ്, അതും ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നേരിട്ട് കാണണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ഇത്. നമ്മൾ സൂവിൽ പോകുമ്പോൾ നമുക്കവിടെ വീഡിയോ അലൗഡ് അല്ല, പക്ഷേ ഇവിടെ കുഴപ്പമില്ല. കാട്ടുപാമ്പ്, അതിന് വിഷയമില്ല. നമ്മളിതെല്ലാം സ്നേക്ക് മാസ്റ്ററിൽ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ശംഖുവരയൻ, നല്ല വിഷമുള്ളത്. പിന്നെ ഇത് പച്ചിലപ്പാമ്പാണ്, അല്പം വിഷമുള്ളത്. അത് ഈ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഗ്രീൻ കളർ, തല ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അതോ തല ഉയർത്തി വെച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ. പിന്നെ ഇവിടെ വന്ന് ഉടുമ്പ്, അതുകൊണ്ട് പിന്നെ പെരുമ്പാമ്പ്. ഇവിടെ ഏകദേശം കുറേ സ്ഥലത്ത് പെരുമ്പാമ്പുണ്ട് കേട്ടോ. 1, 2, 3 സ്ഥലത്തുണ്ട് പെരുമ്പാമ്പ്, ഒരുപാടുണ്ട്. പിന്നെ സ്വർണ്ണനാഗം, നീർക്കോലി വെള്ളത്തിനകത്ത് ഇങ്ങനെ കിടക്കുവാണ്. പിന്നെ നാഗത്താൻ പാമ്പ്, ചേര, ഇതെല്ലാം ഉണ്ട്. പല ടൈപ്പ് സ്നേക്സ് അതിനകത്ത് ഉണ്ട്. നാഗത്താൻ പാമ്പ് അതിപ്പോൾ കാണാൻ പറ്റുമെന്നുള്ള അറിവുകൂടെ, അത് കുഞ്ഞായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നേരിട്ട് കണ്ടാലേ അത് ഇതാവുള്ളൂ. ഒരുപാട് എനിക്ക് ഫോൺ അടുത്ത് കാണിക്കാൻ എനിക്ക് ചെറിയൊരു ഭയമുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ്, ഇതെന്താ, ചുവന്ന മണ്ണൂലിപ്പാമ്പ് കിടക്കുവാണ്. ചേട്ടൻ പറയാണ്, കണ്ടോ ഒരു കുറ്റി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. പക്ഷേ അവരത്രയും സുരക്ഷിതയില്ല, നമ്മൾ കാണിക്കാൻ അങ്ങോട്ട് വിടില്ലല്ലോ. പിന്നെ ഇത് അതിന് പേരില്ല. പിന്നെ ഇത് വിഷമുള്ള മൂർഖനാവാനാണ് സാധ്യത. അണലിയാണ്. പിന്നെ ഇത് പെരുമ്പാമ്പ്, ഇവിടെയും പെരുമ്പാമ്പുണ്ട്. പറഞ്ഞില്ലേ, കുറേ സ്ഥലത്ത് നമ്മൾ പെരുമ്പാമ്പിനെ കാണും. ഇപ്പോൾ തന്നെ 2 പ്രാവശ്യം കണ്ടു. അവിടെ എല്ലാ പാമ്പുകൾക്ക് ടാറ്റ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. ഇത് മൂർഖനാണ്. ഞാൻ പണ്ട് എം ബി അല്ല, HDC പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ദിവ്യ ചേച്ചിയും ജയപ്രിയയും രണ്ടുപേരും കൂടെ കാണാൻ വന്നപ്പോൾ മിണ്ടാതെ ഉറങ്ങിക്കിടക്കണം കണ്ടുകൊണ്ട് അവിടുത്തെ ആൾ വന്ന് അതിനെ പാമ്പിനെ പിടിച്ചിങ്ങനെ കുലുക്കാനും, ഈ 3 എണ്ണം ഇങ്ങനെ ചാടി എണീറ്റ്. ആ സൗണ്ട് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ കണ്ടോ, വീണ്ടും പെരുമ്പാമ്പിനെ കണ്ടോണ്ട് ഇത് ഭയങ്കര ഒരു ഇതാണ്. ഇത് കണ്ടോ, അങ്കിൾ കൊണ്ട് ക്ലീൻ ചെയ്യുകയാണ് ഗാർഡ്. ഇതിൻ്റെ പാമ്പിൻ്റെ പരിപാലകൻ അല്ലേ, അതായിരിക്കണം. അത് ഫുൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുമ്പോൾ തന്നെ അടിയിൽ കൂടെ ഒരെണ്ണം ഇഴങ്ങിയതുകൊണ്ട് അതിൻ്റെ ആ കൂടിനകത്ത് കയറിയിരിക്കണം. ഇതിപ്പോൾ വേറൊരു പൈത്തൻ കണ്ടോ. നമ്മളെ മനസ്സിൽ വരുമ്പോൾ പയ്യല് പോലും, ഇത് പയ്യെന്നുണ്ട്, നല്ല സ്പീഡുണ്ടായിരുന്നു. അവിടെ മറ്റേ കണ്ണാടി അതിനകത്ത് മിണ്ടാതെ കിടക്കുമെന്ന്. ഇത് ഭയങ്കര ഓട്ടവും ബഹളവും കണ്ടോ. ഇപ്പോൾ നോക്കിയോ, മുകളിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി അതിൻ്റെ താഴെ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ട്. നേരിട്ടാണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, നന്നായിട്ട് ഇഴങ്ങി അകത്തോട്ട് കയറിയതായിരുന്നു. കണ്ടോ, 2 എണ്ണം ഒരുമിച്ച് പോവുകയാണ്. പക്ഷേ ഇത് തുറന്നിട്ടിരിക്കുമായിരുന്നു, ക്ലീൻ ചെയ്യുന്ന ടൈം ആയതുകൊണ്ടായിരിക്കണം.
കണ്ടോ 2 പോണുണ്ടോ. ഇതെന്ന് പറയുന്നത് വെള്ള എലിയാണ്. ഇതിനൊക്കെ അത് കാണാൻ പറ്റുന്നില്ല, ക്ലിയർ അല്ല. വെള്ള എലിയാണ്. ശരിക്കും ഉണ്ട്. തൊട്ടപ്പുറത്താണെങ്കിൽ കുഞ്ഞു മുയലുണ്ട്, വെള്ള മുയലും ഉണ്ട്. ഇവിടെ വെള്ള എലി. അങ്ങനെ ഞങ്ങൾ അത് കണ്ടിട്ട് പുറത്തിറങ്ങി അവിക്കുട്ടൻ ഓടണം. അടുത്ത എന്ത് കാണണം പറഞ്ഞുകൊണ്ട് ഓടുകയാണ് അവിക്കുട്ടൻ. അങ്ങനെ അവിടെ നമുക്കിങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്, പാമ്പിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ, ഇവിടെ ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാം, നമ്മളെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കാപ്പിച്ചെടി, പിന്നെ അവിടെ പ്രസവിക്കുന്ന പാമ്പുകളാണ്, അണലി, കടൽപ്പാമ്പ്, പച്ചിലപ്പാമ്പ്, അനാക്കോണ്ട, ഇതൊക്കെ എഴുതിയിരിക്കുകയാണ്. പിന്നെ ഇത് കുറച്ച് ഔഷധ ഗുണമുള്ള ചെടികൾ, തിപ്പല്ലി. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സ്നേക്ക് പാർക്കിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും പേടിയുള്ള സംഗതി ഇതായിരുന്നു. ഒന്ന് അവിടെ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു, ഇങ്ങനെ ആളിങ്ങനെ കുത്തിയതും ചാടി എണീറ്റിന് വലിയ പാമ്പ് നമ്മളെ മൂർഖനായിരുന്നു. ഇനി ഇത് കണ്ടാണ് ഏറ്റവും ഇങ്ങോട്ട് വരാൻ തന്നെ എനിക്ക് വീണ്ടും ഒരു പേടിയായിപ്പോയത്. പക്ഷേ വരേണ്ടി വന്നു. ചേട്ടൻ കണ്ടുപിടിച്ചു ഇങ്ങനൊരു സംഭവം ഇവിടെ ഉള്ള കാര്യം. കണ്ടോ, ഈ കാണുന്ന കിണർ പോലത്തെ ഇത് മുഴുവൻ മൂർഖനാണ്. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് എല്ലാം എണീറ്റ് നോക്കിക്കൊണ്ട് ഇങ്ങനെ ആടി ഇങ്ങനെ ശരിക്കും. പക്ഷേ അതിനകത്ത് ചേരയൊക്കെ ശരിക്കും ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഉറക്കമാണ്, കാണുമ്പോഴല്ല ശരിക്കും ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് വീഡിയോയിൽ അത്രയും ക്ലാരിറ്റി ഇല്ലാന്ന് തോന്നുന്നു. ഒരു തടി കിടക്കണം, തടിക്കകത്തൊക്കെ ശരിക്കും മൂർഖനാണ്, താഴെ കിടക്കുവാണ്. അന്ന് ഞാൻ വന്നപ്പോൾ എല്ലാം എണീറ്റ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഉച്ചമയക്കം. കണ്ടോ, ഇത് നേരിട്ട് നല്ല ഈ പാമ്പ് എന്നുള്ളൊരു വിഷയമില്ലാത്തവർക്ക് കുഴപ്പമില്ല, കാണാൻ പേടിക്കാമെന്നല്ലോ. കണ്ടോ, ഒരു പ്രശ്നമൊന്നുമില്ല അവിടെ എല്ലാം. എന്നാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്. പേടിക്കാനൊന്നുമില്ല, എല്ലാം കൂടിനകത്ത് സുരക്ഷിതമാണ്. പക്ഷെ പാമ്പിനെ കാണുമ്പോൾ ചിലർക്കൊരു തോന്നുമല്ലോ, അങ്ങനെയുള്ളവർക്കിത് പറ്റൂല. അതുകൊണ്ട് ഏട്ടൻ നടന്ന് അപ്പുറത്തൊക്കെ എത്തി. ഞാൻ ഇവിടെ നിന്ന് മാത്രമേ വീഡിയോ എടുത്തുള്ളൂ. എല്ലാവരും ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അച്ഛനും മോനും കൂടെ. അങ്ങനെ അത് കണ്ട് ഇറങ്ങി. പക്ഷെ ഇപ്പോൾ മൂർഖൻ കുറവാണ് അതിനകത്ത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ശരിക്കും ഉണ്ടായിരുന്നു. നടന്ന് അടുത്ത കാണാൻ പോവുകയാണ്. അടുത്തതിലോട്ട് പിന്നെ വശങ്ങളിലായിട്ട് കണ്ടോ മഞ്ഞൾ, പല ടൈപ്പിൽ ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് വേറൊരു കൂടാണ്. ഈ കൂട് നിറയെ പെരുമ്പാമ്പ്, പൈത്തണാണ്. അതും കിടന്ന് ഉറങ്ങുകയാണ്. പക്ഷേ അതിൻ്റെ ഇത് കണ്ടോ, അതിന് കുഞ്ഞു ഹോളാണ്, അഴികളാണ് കണ്ടോ. അപ്പോൾ ഈ അഴികളിൽ നമ്മൾ കൈയിട്ടാലും അതിൻ്റെ പുറത്ത് തൊടാൻ പറ്റും എന്ന് വെച്ചാൽ കണ്ടോ, നമ്മൾ കണ്ടോ ഒരു വിരലൊക്കെ ഇങ്ങനെ കയറുന്ന രീതിയിലുള്ളതാണ് കണ്ടോ. തൊടുന്നവർ കാണുമായിരിക്കും, പേടിയില്ലാത്തവർ കണ്ടോ. അന്ന് ഞാൻ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ ഒരെണ്ണം. പക്ഷേ ഇതിപ്പോൾ ഒരു 3-4 കിടക്കുവാണ്. കണ്ടോ നോക്കി കിടക്കുവാണ്. അങ്ങനെ അതിനെയും കണ്ടിട്ട് നമ്മൾ ഇറങ്ങാൻ ഇത്രയേ ഉള്ളൂ കാണാൻ കേട്ടോ, ഇത്രയേ ഉള്ളൂ. പക്ഷേ കൊള്ളാം. ഉടനെ വീണ്ടും അഭികുട്ടനും വീണ്ടും കാണണമെന്നും പറഞ്ഞ് ഒരു റൗണ്ട് ചുമ്മാ പോയിട്ട് വന്നു. ഞാൻ കയറിയില്ല. പിന്നെ ടിക്കറ്റ് റേറ്റ് 5 രൂപയേ ഉള്ളൂ കേട്ടോ, 5 രൂപയേ ഉള്ളൂ കാണാൻ വേണ്ടിയിട്ട്. പൂജപ്പുര വരുന്നവർക്ക് ഒരു 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മൾ സരസ്വതി മണ്ഡപമില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. കണ്ടോ, ഇറങ്ങാൻ സമയത്ത് ഇത് സ്നേക്കിൻ്റെ സ്കിന്നാണത് കണ്ടോ. അങ്ങനെ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് രാവിലെ 9:30 തൊട്ട് വൈകിട്ട് 3:30 മണി വരെയാണ് കണ്ടോ. കുറേ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സ്നേക്ക് പാർക്ക്. അങ്ങനെ സ്നേക്ക് പാർക്കും കണ്ടു. ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങി. നടന്ന് പോവുകയാണ്. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. താങ്ക് യു.